പാഷനേറ്റ് ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളൊക്കെ അവിടെ എത്താൻ ഒരു യോഗ്യതയും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും അധികം കോൾസ് വന്നിട്ടുള്ള ഒരു പാട്ട് വേറെ എനിക്കില്ല. അപ്പം അങ്ങനെ പലരും ആത്മഹത്യയുടെ വക്കിലുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട് തന്നെ. വിദൂരമായ പരിചയം പോലും നമുക്കൊന്ന് സിനിമയിൽ ഇല്ല. യേശുദാസിന്റെ അത്ര ഒഴുകി പാടുന്ന ഏത് പാട്ടുകാരനെ ഇപ്പോൾ ഉള്ളതെന്ന് നോക്കേണ്ടി വരും. യദുകുല കാമ്പോജി എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രം ഒരു ലളിതഗാനത്തിന്റെ സബ്ജക്റ്റായും മാറുന്നൊരവസ്ഥയുണ്ട്. എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു ഷോർട്ട് മൂവിയോ അല്ലെങ്കിൽ ഫീച്ചർ ഫിലിമോ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാതെ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്താൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്നൊക്കെ ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് നോക്കി പറയാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ സെലക്ഷൻ കഴിഞ്ഞിട്ടും ചിലർ ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കും. ആവശ്യമില്ലാതെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. ചിലത് ഇതല്ല മറ്റേ മറിച്ചാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിനയപൂർവ്വം ഇട്ടിട്ട് പോകും. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സാറ് സിനിമയിലേക്ക് എത്തിച്ചേർന്നത് വളരെയധികം യാദൃശികമായിട്ടാണ്. അതായത് എനിക്ക് സിനിമയിൽ എത്തണം അല്ലെങ്കിൽ അതാണ് എൻ്റെ ഗോൾ അങ്ങനൊന്നും വിചാരിച്ച് വന്നൊരു വ്യക്തിയല്ല. അതായത് ഏതോ ഒരു പോയിന്റിൽ സിനിമയിലേക്ക് വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിച്ചേരുന്നു. പക്ഷെ ഒരുപാട് പാട്ടുകാർ ഒരുപാട് കമ്പോസേഴ്സ് ഒക്കെ ചിലപ്പം എത്തിച്ചേരുന്നതാ എനിക്ക് സിനിമയിൽ എത്തണം, എനിക്ക് സിനിമ കമ്പോസർ ആവണം, മ്യൂസിക്കൽ ഡയറക്ടർ ആവണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാഷൻ അവരുടെ ഒരു പ്രൊഫഷനായി കഴിയുമ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീനായി മാറുകയാണ്. അപ്പം ഉണ്ടാവുന്നൊരു വികാരം എന്ന് പറഞ്ഞാൽ വേറൊരു, അതായത് ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ്. പക്ഷെ സാറിനെ സംബന്ധിച്ച് യാദൃശികമായിട്ട് വന്നതുകൊണ്ട് തന്നെ യാദൃശികമായിട്ട് നമ്മൾ എത്തിച്ചേരുന്നു, ഇത് നമ്മളുടെ ഒരു റുട്ടീനായി മാറുന്നു. അപ്പം എന്താണ് സാറിന്റെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ? യാദൃച്ഛികം എന്ന് പറഞ്ഞാല് ശരിയാണ്. ഞാൻ അങ്ങനെ മോഹിച്ചിട്ട് കാര്യമില്ലാത്തൊരവസ്ഥ. മോഹമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ആസ്പിറേഷൻ ആരാണ് സിനിമയിൽ നമ്മളെ കൊണ്ടുവരാൻ ഉള്ളത്? ആരുമില്ല. ചുറ്റും അങ്ങനെ പരിചയമുള്ള ആരുമില്ല. വിദൂരമായ പരിചയം പോലും നമുക്കൊന്ന് സിനിമയിൽ ഇല്ല. പക്ഷേ ആകസ്മികമായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഹൗ മച്ച് യു ആർ എക്യുപ്ഡ് എന്നുള്ളതാണ് വിഷയം. എന്തുമാത്രം ഇതറിയാം, പണി അറിയാം, എന്തുമാത്രം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയം. എത്തുമോ എത്താതിരിക്കുകയോ ചെയ്യട്ടെ. പഠിച്ചിട്ടുള്ള എത്രയോ പേര് എത്താതിരുന്നിട്ടുണ്ട്, പഠിക്കാതെ എത്രയോ പേര് എത്തിയിട്ടുണ്ട്, അല്ലേ? അപ്പം എത്തുമോ എത്താതിരിക്കുകയോ എന്നുള്ള വിഷയമല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ? പാഷനേറ്റ് ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളൊക്കെ അവിടെ എത്താൻ ഒരു യോഗ്യതയും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളതിന് പണിയെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. പാഷൻ ഇസ് അനദർ തിങ്. ചിലർ അഭിനയിക്കാൻ മോഹവുമായിട്ട് എനിക്ക് ജീവിതത്തിൽ അഭിനയിച്ചേ പറ്റൂ. അത് അഭിനയ കല എന്ന് പറയുന്ന ഒരു ഇതാണെങ്കിൽ ഹീ ക്യാൻ ഗോ ടു ഓർ ഷീ ക്യാൻ ഗോ ടു എ തിയേറ്റർ, അല്ലേ? ഒരു നാടക പരിശീലന കളരിയിലോ നാടക പോവാലോ. എന്താണ് സിനിമാഭിനയം മാത്രം ഒരു ഇത്? സോ അതിന്റെ ഗ്ലോറി, അതിന്റെ അല്ലേ, അതിന്റെ ഗ്ലോ, അതാണ് ഉദ്ദേശം. അല്ലാതെ ആക്ടിങ് അല്ല. നാടകത്തിൽ അഭിനയിച്ചാൽ അത്രയ്ക്ക് ചിലപ്പോൾ പ്രശസ്തി നേടാൻ പറ്റില്ല. കുറച്ച് പണിയെടുക്കേണ്ടി വരും ശാരീരികമായിട്ട്. സിനിമയിലപ്പോൾ എന്ന് വെച്ചാൽ എളുപ്പത്തിൽ കിട്ടും എന്നുള്ളൊരു ധാരണ വരുന്നതുകൊണ്ടാണ് സിനിമാഭിനയമാണ് എൻ്റെ പാഷൻ എന്ന് പറയുന്നത്. സോ പാഷൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് അവർ ജെനുവിൻ പാഷൻ. നമ്മൾ ജെനുവിൻലി മ്യൂസിക്കാണ് പാഷൻ. സിനിമയിൽ പ്ലേ ബാക്ക് സിംഗിങ് പാഷനാവരുത്. മ്യൂസിക് ആയിരിക്കണം പാഷൻ, സിംഗിങ് ആയിരിക്കണം പാഷൻ. ഏത് വേദിയിലും ഇപ്പോൾ ഒരു കച്ചേരിയിലോ ഓർ നമ്മുടെ വീട്ടിലിരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ പാടിയിടാലോ എത്രയോ പാടുന്നത്. അതുപോലും പാഷനായിരിക്കണം. സിനിമയിൽ പ്ലേ ബാക്കാണ് എൻ്റെ പാഷൻ എന്ന് പറയരുതെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് വ്യത്യാസം. ഇപ്പം സാറിന് തോന്നുന്നുണ്ടോ, അതായത് ഈ ഒരു കാലഘട്ടത്ത് സിനിമയിലേക്ക് എത്തിച്ചേരാൻ? ഇപ്പം മ്യൂസിക്കിന്റെ കാര്യം തന്നെ നോക്കാം. ഇപ്പം സിനിമയിലേക്ക് പാടണം എന്നാണല്ലോ കുറെ പേരും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അത് അത്ര ഇല്ല. ഒരു സമയത്ത് ഭയങ്കരമായിട്ട് സിനിമയിൽ പാടലാണ് സാർ എൻ്റെ ആഗ്രഹം. ഇപ്പൊ കുറഞ്ഞു. പറഞ്ഞ ഇപ്പൊ ഇൻഡിപെൻഡന്റ് മ്യൂസിക് രംഗം വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു. അവിടെ ഹാപ്പനിങ്സ് നടക്കുന്നു. എത്രയോ പ്ലേ ബാക്കിൽ പാടാത്ത എത്രയോ പേര് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ തിളങ്ങുന്നു, അല്ലേ? ഇപ്പൊ ഈ ഹിപ്പ് ഹോപ്പ് സിംഗേഴ്സ് ഒക്കെ അവർ പ്രശസ്തരായതിനു ശേഷമുള്ള സിനിമയിൽ ഇവരെ വിളിച്ച് പാടിയിരുന്നു. അങ്ങനെ എത്രയോ പുതിയ കുട്ടികൾ. ഇപ്പോൾ എന്തോ മറ്റേ
ഹരീഷ് ശിവരാമകൃഷ്ണനൊക്കെ സിനിമയിൽ പാടിയിട്ടല്ലല്ലോ പ്രശസ്തൻ. അതെ അതെ തീർച്ചയായിട്ടും. അങ്ങനെ ഒരു വേറൊരു മേഖല ഇവിടെ സമ്പുഷ്ടമായിട്ട് വരുന്നുണ്ട്. സോ ദേ ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ എ പ്ലേ ബാക്ക്. ആൻഡ് പ്ലേ ബാക്ക് സിംഗേഴ്സ് ഇപ്പോൾ സിനിമയിൽ പാടിയാൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? പാട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കുകയായിരിക്കും, പക്ഷെ ആരാ പാടിയെന്നൊരു മനുഷ്യനും അറിയില്ല. അങ്ങനെയുണ്ട്. സോ ഒരു ആർട്ടിസ്റ്റിന്റെ സെൽഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് നീഡ് നോട്ട് ബി ഇൻ മൂവീസ്. അത് എന്ത് രീതിയിലും പാടി എവിടെയെങ്കിലും പാടി പബ്ലിഷ് ചെയ്യുക, അത് ചില ശ്രദ്ധിക്കപ്പെടും. അങ്ങനെയാണല്ലോ. സാർ ഇപ്പോൾ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന ആളാണ് ഇതിന്റെ സിംഗർ ആവേണ്ടതെന്ന് എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും? അത് നമുക്കറിയാവുന്ന കുറച്ച് സെറ്റ് ഓഫ് സിംഗേഴ്സ് ഉണ്ടല്ലോ. ആദ്യം അവരെങ്ങനെ മാച്ച് ചെയ്ത് നോക്കും. ശൈലിയും പ്രൊനൗൺസിയേഷൻ, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മൾ മാച്ച് ചെയ്ത് നോക്കും, സങ്കല്പിച്ച് നോക്കും. അങ്ങനെയാണ് പാടിക്കുന്നത്. പിന്നെ അറിയാത്ത സിംഗേഴ്സ് ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വേദിയിൽ കേൾക്കുമ്പോൾ ഒരു സർപ്രൈസ് ഫീൽ ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യും. അത്ര സാറ് പറഞ്ഞല്ലോ, അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം പ്ലേ ബാക്ക് സിംഗിങ്ങിന് കൂടുതൽ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ഇൻഡിപെൻഡന്റ് സിംഗിങ് ഉള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാരും അങ്ങനെ പോകുന്നതാണ് ആഗ്രഹിക്കുന്നത്. അത് റിയാലിറ്റി ഷോസ് ഒക്കെ വന്നതുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടൊന്നുമല്ല. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ഇത്ര റിയാലിറ്റി ഷോയിൽ വന്ന് വളരെ കുറച്ച് ഹാൻഡ്ഫുൾ ഓഫ് ആൾക്കാരല്ലേ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. റിയാലിറ്റി ഷോ അതൊരു ഒരു നമ്മൾ പഴയ പാട്ട് അതേപോലെ പഠിച്ച് പാടുന്നത് ചിലപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം. ബട്ട് പുതിയൊരു പാട്ട് നേരത്തെ പറഞ്ഞ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ഉണ്ട് സിംഗറിൻ്റെ രീതിയിൽ. സോ വരികൾ മനസ്സിലാക്കുക, എക്സ്പ്രഷൻ മനസ്സിലാക്കുക, സ്വന്തമായിട്ട് ജെന്യുവിൻ ആയിട്ടുള്ള സ്വന്തം സിംഗിങ്. ഇപ്പോൾ പഴയ സിംഗേഴ്സ് പി ജയചന്ദ്രൻ, യേശുദാസ് സാറ്, അങ്ങനെയുള്ളവരുടെ പാട്ട് എടുത്തു നോക്കിയാൽ അവർക്കൊക്കെ വേറെ വേറെ ശൈലികളാണ്. ഹൗ ദേ പ്രൊനൗൺസ്. നമ്മൾ ഇപ്പോൾ പഴയ ഇപ്പോൾ ജി ശങ്കരകുറുപ്പിൻ്റെ ഒരു പാട്ട്, പ്രശസ്തമായ പാട്ടുണ്ട് ദക്ഷിണാമൂർത്തി, അദ്ദേഹം ഈണവിട്ട യേശുദാസ് സാർ പാടിയതാണ്. അത് ജയചന്ദ്രന് വളരെ പാഷനേറ്റ്, വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പുള്ളി അത് മറ്റു വേദികളിൽ ഇത് പാടാറുണ്ട്. ശ്രാന്തമമ്പരം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന പാട്ട് റെയറായിട്ടുള്ളൊരു പാട്ടാണ്. ഒരു ഭയങ്കര കട്ടി പോയട്രിയാണ്. അപ്പം അത് ജയേട്ടൻ പാടുന്നത് വേറെ ആ വാക്കൊക്കെ ശ്രാന്തമമ്പരം, രണ്ട് വ്യത്യസ്തമായ രണ്ട് ഇത് തരുന്നു, രണ്ട് ഡിഷസ് തരുകയാണ് ചെയ്യുന്നത്. അത് സാറിന് ഈ കർണാട്ടിക് നോട്ട്സ് കുറച്ചും കൂടെ പണ്ടത്തെ പാട്ടുകാർ അതിന് കുറച്ചും കൂടെ ഒരു ഇങ്ങനെ ഓരോ താളവും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആ ഒരു ഒഴുകി പാടുന്ന കുറെ പാട്ടുകാരുണ്ട്. അതായത് പാട്ട് ആ ഒരു ഒഴുക്കില് അറ്റ് ദ സെയിം ടൈം കർണാട്ടിക് നോട്ട്സ്. യേശുദാസിന്റെ അത്ര ഒഴുകി പാടുന്ന ഏത് പാട്ടുകാരനെ ഇപ്പോൾ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ മുഹമ്മദ് റഫിയുടെ പോലെ അല്ലെങ്കിൽ ലതാ മങ്കേഷ്കറിന്റെ പോലെ പാടുന്ന അത് അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ചില പഴയ കമ്പോസേഴ്സ് മിക്കരും മലയാളം ഒരു തമിഴ് നോക്കുമ്പോൾ കമ്പോസേഴ്സ് ഒക്കെ കർണാട്ടിക് മ്യൂസിക്കിലായിരിക്കും അവർ പ്രവീണരായിട്ടുള്ളവർ. സോ ചില പാട്ടുകൾ പിന്നെ അന്ന് പാട്ടുകൾ അവർ കൊടുക്കുന്നതാണല്ലോ പാട്ട്. സോ ദേ ഇപ്പോൾ നാദബ്രഹ്മത്തിൻ സാഗരം നീന്തിവരും ദേവരായ മാഷ് ചെയ്തു. അദ്ദേഹം തന്നെയാണ് കായാമ്പൂ കണ്ണിൽ വിടരും ചെയ്തത് അല്ലേ. അപ്പോൾ അതിന് വ്യത്യസ്തമായ ഇപ്പോൾ സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത ബന്ധുരേ രാഗബന്ധുരേ എന്ന് പാടുമ്പോൾ അതിൽ കർണാട്ടിക് ആയിട്ടൊന്നുമില്ല. എന്നാൽ ഇപ്പൊ സന്യാസിനിക്ക് പോലും ഉണ്ട് കർണാട്ടിക് ഒരു ഇതുണ്ട്. അപ്പൊ പലതും പല ശ്രേണിയാണ്. ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്യുമ്പോൾ ഇപ്പോൾ സ്വപ്നങ്ങൾ കർണാട്ടിക്കാണ്. എന്നാൽ അദ്ദേഹം ഇത് ചെയ്തു എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി, അത് വേറൊരു മെലങ്കലിയാണ്. അപ്പൊ അങ്ങനെ അവരുടെ ശൈലി ഇപ്പൊ ശ്യാമസുന്ദര പുഷ്പമേ രാഘവ മാഷുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ ഫോക്ക് വേറെ ചെയ്യും. അപ്പൊ അങ്ങനെ ശൈലികൾ പലതും ഉണ്ട്. ഇപ്പോൾ എൻ്റെ പലതരം ജോൺറകൾ ട്രൈ ചെയ്യാനുള്ള വികാരങ്ങളും എക്സ്പ്രഷൻസും ഒക്കെ പണ്ട് നിലനിന്നിരുന്നു. ഒരു മനുഷ്യൻ നിലനിർത്തിയിരുന്നു ഉള്ളി. ഇപ്പൊ അത്
കുറച്ചും കൂടി ഡൈല്യൂട്ടായി. ഇപ്പോൾ അങ്ങനെ ഭയങ്കര സാഡായിട്ട് നമ്മൾ ഒരു പാട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോൾ ആകാശമേളയുണ്ട്, പക്ഷെ എന്നാലും അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സാഡ് സോങ് ഇപ്പോൾ പ്രസക്തമായിരിക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നും. അല്ലെങ്കിൽ അത്രയ്ക്ക് ഇപ്പോൾ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്നൊക്കെ ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് നോക്കി പറയാൻ പറ്റുമോ? അങ്ങനെ പറയേണ്ട കാര്യമില്ല. അവർക്കും താല്പര്യം ഉണ്ടാവില്ല, എന്നെ സന്യാസിനി എന്ന് എന്തിനാ വിളിക്കണമെന്ന് ചോദിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറി, അതിൻ്റെ ഇൻറ്റൻസിറ്റി മാറി, അതിൻ്റെ ഇത് മാറി. ഇപ്പം ഡീപ്പല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ ഡെപ്തിന് തന്നെ മറ്റൊരു തരത്തിലുള്ളൊരു ഡിസൈൻ വന്നിരിക്കുന്നു. സാറിന് ഇങ്ങനത്തെ ഇന്റൻസ് ആയിട്ടൊക്കെ ഉള്ള കമ്പോസിഷൻസ് ഒക്കെ ചെയ്യുന്നത് കുറച്ചും കൂടെ ഇഷ്ടമുള്ള കാര്യമാണ്? എനിക്കിഷ്ടമാണ് പേഴ്സണലി. എനിക്ക് ഞാൻ ഭയങ്കര ഒരു വികാര ജീവിയൊന്നുമല്ല, ബട്ട് എനിക്ക് ആ വികാരങ്ങളെ ഒബ്സർവ് ചെയ്യാൻ ഇഷ്ടമാണ്. സോ ഹൗ ഇറ്റ് വർക്ക്സ് ഇൻ ഹ്യൂമൻ, അങ്ങനെ എനിക്കിഷ്ടമാണ്, അത് ഒബ്സർവ് ചെയ്യാൻ ഇഷ്ടമാണ്. അത് എങ്ങനെയാണ് ഒരു ഇപ്പോൾ ആകാശമേളയെ കണ്ടിട്ട് ഇത്രയും അധികം കോൾസ് വന്നിട്ടുള്ള ഒരു പാട്ട് വേറെ എനിക്കില്ല. അപ്പം അങ്ങനെ പലരും ആത്മഹത്യയുടെ വക്കിലുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നെ, വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പോലും വിളിച്ചിട്ടുണ്ട്. അത്രയും ഇത് ആൾക്കാരെ ബാധിക്കുന്നു എന്നുള്ള, എനിക്കങ്ങനെ ആ പാട്ട് അങ്ങനെ ഇമോഷണലി ബാധിക്കുന്ന ഒരു പാട്ടല്ല. ബട്ട് അതങ്ങനെയല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെയല്ലേ അപ്രോച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ പാട്ടിനെ പാട്ടായിട്ട് ചെയ്യാണ്. സോ ദാറ്റ് ഐ ക്യാൻ വെദർ ഐ കുഡ് ഇൻഡ്യൂസ് സംബഡി എൽസ് ടു വീപ്പ് ഓർ മോൺ എന്നുള്ളതാണ് എൻ്റെ അന്വേഷണം. അല്ലാതെ ഞാൻ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ പാട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പം പാട്ടിനും ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളതാണ് ആൾക്കാരിൽ, അല്ലേ? ഉറപ്പായിട്ടും. പാട്ടല്ലേ നമ്മളെ നയിക്കുന്നത്, എല്ലാവരെയും അല്ലെങ്കിൽ പോലും ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരാളെ നയിക്കുന്നത് പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല. ഒരു കാലഘട്ടം നമ്മൾ ഒരു പാട്ട് കേട്ടാൽ 50 വയസ്സുള്ള ആള് നേരെ 20-ആം വയസ്സിൽ അയാളുടെ കോളേജിലെത്തും. ചില പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് അമ്മയിലേക്കോ അച്ഛനിലേക്കോ അനിയനിലേക്കോ അനിയത്തിയിലേക്കോ എത്തും. ചില പാട്ട് പെട്ടെന്ന് കാമുകിയിലേക്ക് എത്തും. ചില പാട്ട് കേൾക്കുമ്പോൾ വേനലിലും പെട്ടെന്നൊരു മഴ കാലത്തെത്തും. ഇത് പാട്ടിന് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. സാറിപ്പം അല്ലാതെ ഇപ്പം ഒരു സിനിമ അല്ലാത്ത സിനിമയിൽ നിന്നൊരു സിറ്റുവേഷൻ ഒന്നും അല്ലാതെ കമ്പോസ് ഒക്കെ ചെയ്യാറുണ്ടോ? അതായത് അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു ട്യൂൺ വരുന്നുണ്ട്, അപ്പം അത് കമ്പോസ് ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് ട്യൂൺ വരികയല്ല, നമ്മൾ ട്യൂൺ വരുന്നത് വേഗം അങ്ങനെയില്ല. ഞാൻ ഉണ്ടാക്കുക, ഞാൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി കസേരയിരിക്കും, ചെയ്യും, റെക്കോർഡ് ഇങ്ങനെ ചെയ്യണം. അല്ലാതെ ഒരു ട്യൂൺ വന്നു മറക്കല്ലേ അങ്ങനെ ചെയ്യില്ല. സോ ട്യൂൺ എനിക്ക് ഈ സിനിമേതര പാട്ടുകൾ പബ്ലിഷ് ചെയ്യാനൊരു ചെറിയ ചാനലുണ്ട്, ബോധി സൈലൻസ് കേപ്പ് എന്നുണ്ട്. അതിൽ ചില വർക്കുകൾ ചെയ്യും. അത് എൻ്റെ മാത്രമല്ല, സുഹൃത്തുക്കളുടെ ഒക്കെ അതിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. അത് ഒരുപാട് പേര് കാണുന്നൊന്നുമല്ല, പക്ഷെ അത് ചെയ്യാറുണ്ട്. ഇപ്പോഴും അതിനു വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട്, വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കുറച്ച് പാട്ടുകൾ, രീതിയിലുള്ള പാട്ടുകൾ അതിൽ ചെയ്യാറുണ്ട്. അപ്പം സിനിമയുടെ അപ്പുറവും സിനിമേതര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാട്ടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് അറിയുന്ന ഒരാളാണ് സാർ. അപ്പം ഇപ്പോഴത്തെ ഒരു ഇതിൽ ഈ ലളിതഗാനമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതായത് പണ്ടത്തെ വേദികളിലുള്ള കലോത്സവ വേദികളിലൊക്കെയാണല്ലോ, പക്ഷെ നല്ല അവസ്ഥയാണ്. നമ്മൾ ഈ ഗസൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും വളരെ സജീവമാണല്ലോ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൗഡിൽ. ലളിതഗാനം അതിനൊരു ഏറെക്കുറെ അതിനൊക്കെ ഒരു രീതിയിൽ എന്താ പറയുക, നമ്മളുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് സുഗമ സംഗീതം, ലളിത സംഗീതം എന്നൊക്കെ പറയുന്നത്. നല്ല വരികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി നിലനിന്നാൽ നന്നായിരിക്കും തോന്നി. നല്ല പാട്ടുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേക ഒരു ശൈലിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോമഡിയിലുണ്ടല്ലോ, ഒരു മിമിക്രി ആർട്ടിസ്റ്റൊക്കെ പാടുകൾ, ഒരു സുവിധ എന്നൊക്കെ പറഞ്ഞ യദുകുല കാമ്പോജി എന്ന് പറഞ്ഞ, അത് ഈ യദുകുല കാമ്പോജി, രാധ, കണ്ണൻ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു പ്രത്യേക നിള, ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രം ഒരു ലളിതഗാനത്തിന്റെ സബ്ജക്റ്റായും മാറുന്നൊരവസ്ഥയുണ്ടായി. പിന്നെ കഠിന ഗാനങ്ങൾ ഒരു സമയത്തുണ്ടായി ലളിതഗാനത്തിന്റെ പേരിൽ. ലളിതഗാന മത്സരങ്ങളിൽ ആർക്കും ദഹിക്കാത്ത രാഗമാലിക, കടുകട്ടി മ്യൂസിക്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി. അത് വഴിതെറ്റിപ്പോയതാണ്. ലളിതഗാനം ഇപ്പൊ ഗസൽസ് പോലെ കൃത്യമായ ഒരു നിലപാട്, ഒരു ശൈലീ നിലപാട് ലളിതഗാനത്തിന് ഇല്ലാതെ പോയതൊരു
അപകടമാണ്. അപ്പം അത് തിരിച്ചു പിടിക്കാവുന്നതാണ് ശരിക്കും. ഇപ്പം സാർ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റും കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് സാറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡ്രീമോ ഒന്നും അല്ലായിരുന്നു. സാറിന്റെ പാഷനാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ. അത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. സാർ ഒരു ആർട്ടിസ്റ്റും കൂടെ ആണല്ലോ. ആർട്ടിസ്റ്റും ആണ്, അറ്റ് ദ സെയിം ടൈം പ്രൊഫഷണലി മ്യൂസിക് ഡയറക്ടറും കൂടാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു നമ്മളുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലോകമേ അങ്ങനെയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാലും എപ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഒരു ഇതിൽ പുതിയതെന്തെങ്കിലും. അപ്പം ഈ ഒരു ബാലൻസ് എന്തെങ്കിലും എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു പ്രൊഫഷണൽ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിലും ഒരു ബാലൻസ് കൊണ്ടുവരുന്നത്? സിനിമ എപ്പോഴും നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാ രംഗമാണല്ലോ. കല ഇപ്പോൾ സമ്പൂർണമായും കലയും സമ്പൂർണമായും സങ്കേതവുമാണ് സിനിമ എന്ന് പറയുമല്ലോ. അപ്പോൾ അത് മാത്രമല്ല, പുതിയ ആസ്വാദകരെ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ പുതിയത് എന്തെങ്കിലും അത് പക്ഷെ കുറേയൊക്കെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമാക്കാർ. ഇപ്പോൾ പുതിയ ആൾക്കാരെ കേറ്റർ ചെയ്യാൻ ഇപ്പോൾ സിനിമാക്കാർ ഉണ്ടാക്കുന്നൊരു വളരെ ഒരു അൺറിയൽ സ്പേസിലേക്ക് പുതിയ ചെറുപ്പക്കാർ വന്നു ചേരുമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ they will listen to that too എന്നുള്ളേ ഉള്ളൂ. അവരെന്ത് പുതിയത് എന്ന് പറയപ്പെടുന്ന സാധനം കൊടുത്താലും അവർ കേട്ടു നോക്കും. കൗതുകം ഉണ്ടെങ്കിൽ അവർ കേൾക്കും. പക്ഷെ പുതിയത് മാത്രമേ കേൾക്കൂ അങ്ങനെയൊന്നും ഇല്ല. പുതിയതെന്നുള്ളതില്ല മ്യൂസിക്കിൽ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഇന്ന് കുറച്ച് നാൾ മുമ്പ് തബല ഉപയോഗിച്ചിരുന്നത് ചിലപ്പോൾ തബലയ്ക്ക് വരും, ചിലപ്പോൾ ഡ്രംസ് ഉപയോഗിക്കും, ഒരു ബേസ് ഗിറ്റാറും, പിന്നെ കുറേ ഇപ്പോൾ EDM ഇലക്ട്രോണിക് മ്യൂസിക് രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ EDM എന്ന് പറഞ്ഞാൽ പൊതുവെ ഇത്രയും നാളും കേൾക്കാത്ത ശബ്ദങ്ങളാണ് വരുന്നത്. ആ ശബ്ദത്തിൻ്റെ ഒരു പുതുമ. അല്ലാതെ ഇപ്പോൾ ഒരു ഭാഷയാണെങ്കിൽ നമുക്ക് പുതിയ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുവരെ ഉപയോഗിക്കാത്ത വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പോൾ ഉപയോഗിച്ച വാക്കുകളൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പക്ഷേ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഇപ്പോൾ എന്താണ് കട്ടച്ചോര നമ്മൾ കേട്ടിട്ടുള്ള അല്ലേ, ജ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കാന്ന് പറയുമ്പോൾ അത് പുതിയ ആരും ഉപയോഗിക്കാൻ മെനക്കെടാത്തൊരു വരിയാകുമ്പോൾ അതിനൊരു ശ്രദ്ധ കിട്ടുന്നു. പക്ഷെ ചിലത് അങ്ങനെ യൂസ് ആൻഡ് ത്രോ പോലെയാണ് ചിലത്. എന്തും ഒരു ജെനുവിൻ ഒരു ഇതാകുമ്പോൾ ഇപ്പോൾ വിൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കൂല ചിലത്. അത് നമ്മൾ കോരിത്തരിപ്പിച്ച് നമ്മൾ അത്രയ്ക്കൊന്നും കേൾക്കാതെ കൈവിട്ട് പോയ പാട്ടുകളായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ മറ്റേ ആ പാട്ട് അന്ന് അത്ര ഭയങ്കര ഹിറ്റൊന്നും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ചിലത് ഇങ്ങനെ ജനറേറ്റ് ആയി വരും കുറെ കാലം കഴിയുമ്പോൾ. ആ കാലത്ത് നടന്ന ഒരു കൾട്ട് എന്നുള്ളൊരു സാധനത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും സിനിമയിലും എല്ലാത്തിലും. സാർ, ഇപ്പം കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു വാക്കായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സാറിന് ഏതെങ്കിലും ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു കംഫർട്ട് സോൺ, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു ശൈലിയിലുള്ള ഒരു പാട്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല, അപ്പം ഇതെനിക്ക് കമ്പോസ് ചെയ്യാൻ, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും നമ്മൾ ഒരു കമ്പോസർ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുന്നത് എല്ലാത്തിലും അഡാപ്റ്റബിൾ ആകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ തന്നെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ അവർ ചെയ്യും, ഡയറക്ടേഴ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന, ഇപ്പോൾ താങ്കൾ തന്നെ ആദ്യം പറയില്ലേ ഇന്ന പാട്ടുകൾ, ഇത് എല്ലാ പാട്ടിലും ഇന്നൊരു രീതി ഉണ്ടെന്നൊക്കെ പറയില്ല. ആ രീതി എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ അനിയനാണ് ബിബിൻ അശോക്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന. അപ്പോൾ ബിബിനാണ് ഓണം മൂഡ് ചെയ്തത്. ഓണം മൂഡ് എനിക്ക് അത്രയും രസകരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. സോ അത് എനിക്ക് മാത്രമല്ല തോന്നുന്നത്, ആ സംവിധാനം തോന്നുന്നുണ്ടാവും. സോ ദേ വോണ്ട് കോൾ മീ. അതാണ് അതിൻ്റെ സത്യം. നമ്മൾക്ക് പറ്റാത്ത ഒരു കാര്യം അന്ന് അവർക്ക് തോന്നുന്നത് നമ്മളുടെ അടുത്ത് വരില്ല. പിന്നെ ചിലത് ചിലപ്പോൾ ജഡ്ജ്മെൻറ്റിലും ആവും, ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും ചിലത്. അപ്പോൾ പുള്ളിയെ കൊണ്ട് അത് പറ്റില്ല എന്ന് ചിലപ്പോൾ തോന്നാം. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ എന്തോ അത് എല്ലാം കൂടി ചേർന്നാണല്ലോ ഇത്. നമുക്ക് എല്ലാം കൂടി അങ്ങ് ചെയ്തിട്ട് പോകാം എന്നുള്ളൊരു ആഗ്രഹമൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സെലക്ഷൻ പ്രൊസീജിയർ എവിടെയൊക്കെ നടക്കുന്നുണ്ട്. സോ അങ്ങനെ രീതിയിലാണ് വരുന്നത്. പക്ഷെ അങ്ങനെ സെലക്ഷൻ കഴിഞ്ഞിട്ടും ചിലർ ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കും, ആവശ്യമില്ലാതെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. ചിലത് ഇതല്ല മറിച്ചാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിനയപൂർവ്വം ഇട്ടിട്ട് പോകും. അതിലും ഭേദം വേറെ ആരെ കൊണ്ട് ചെയ്യിക്കുന്നതാണല്ലോ. അപ്പോൾ അഡ്വാൻസ് ഉള്ളത് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ കഴിച്ചിലാക്കും. സാറിന് അങ്ങനത്തെ പാട്ടുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ?
ഇല്ല, ആഗ്രഹത്തിന്റെ അല്ല. ഞാൻ ചില പടങ്ങളിലൊക്കെ അത്തരം പാട്ടുകൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് കേട്ടിട്ടില്ലെന്ന് മാത്രം ചെയ്തിട്ടൊക്കെ ഉണ്ട്. ചില ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹത്തിന്റെ അല്ല, വന്നാൽ ചെയ്യും, അത്രേ ഉള്ളൂ. അതാണ്, വന്നാൽ എന്നെ കൊണ്ട് എന്നോട് വല്ല ചെയ്താൽ മതി. ഇപ്പൊ ഹിപ്പ് ഹോപ്പ് ചെയ്യും, ഓക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കോമ്പോസിഷന്റെ ഒരു സമയത്ത് കൂടുതലും സാറ് മുമ്പേ പറഞ്ഞല്ലോ, നമ്മള് ആ ഒരു സിറ്റുവേഷൻ അത് അറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. അപ്പം സാറിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു രംഗം നമ്മൾ മനസ്സിൽ ആലോചിച്ച് അല്ലെങ്കിൽ ഒരു വികാരം നമ്മൾ ആ ഒരു പാട്ടിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കണം തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ട്, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഈ ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര പ്രിയപ്പെട്ടതും ഏറ്റവും ഇമോഷണലുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പാട്ട് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചില പാട്ടുകൾ ഇമോഷൻ എന്ന് പറയുന്ന ആ പാട്ട് ഇമോഷൻ നമ്മളുടെ ജീവിത സന്ധികളുമായിട്ടൊന്നും കണക്ട് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആ പാട്ട് എന്തിനു വേണ്ടിയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അത് നമ്മളെ ഒരുപാട് ചിലപ്പോൾ ടച്ച് ചെയ്യാറുണ്ട്. അത് എങ്ങനെ അത് എപ്പോഴും ടച്ച് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ നേരെ ഞാൻ പോകുന്നത് എഴുത്തുകാരനിലേക്കൊക്കെ ഹൗ ഡിഡ് ഹി മാനേജ് ടു റൈറ്റ് ദിസ് എന്ന് ആലോചിക്കും ചില വരികൾ കേൾക്കുമ്പോൾ. ഇപ്പോൾ തിരമാലയാണു നീ, കടലായ ഞാൻ നിന്നെ തിരയുന്നത് എത്ര മേലർത്ഥശൂന്യം എന്നെഴുതുമ്പോൾ അത് നമുക്ക് ഇത് ഇയാളത് എങ്ങനെ എഴുതിയതെന്ന് ചോദിക്കും, അത് ഓർക്കും. അതിലെ ഒരു വരിയുണ്ട്, ഇലകളിൽ ചിരികളായി നമ്മൾ വായിച്ചത് പിണയുന്ന വേരിൻ്റെ വരികളല്ലേ എന്നൊരു ഇതുണ്ട്. ഇലകളിൽ നമ്മൾ കാണുന്ന പ്രസന്നത എന്ന് പറയുന്നത് മണ്ണിൻ്റെ അടിയിൽ ഈ പിണഞ്ഞു കിടക്കുന്ന വേരിൻ്റെ വരികളാണ് നമ്മൾ ഈ ഇലയെ കാണുന്നതെന്ന് ഒരു കവി. അത് ഏറ്റവും വലിയ അത്ഭുതം അതല്ല. അതിൻ്റെ 2 ദിവസം മുമ്പ് കണ്ട് ഞങ്ങൾ കോമൺ ആയിട്ടൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒരു സയൻസ് അതേ ഒരു പുസ്തകം വായിച്ചതിനെ കുറിച്ച് പറയാണ് റഫീഖേട്ടൻ. അതായത് ഈ മരങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ, അവർ വേരുകളിലൂടെയാണ് സംസാരിക്കുന്നത്. അവർ മെസ്സേജസ് കൈമാറും വേരുകളിലൂടെ, അല്ലെങ്കിൽ കാറ്റിലൂടെ പരാഗം മറ്റേ പൊടികൾ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സയൻസിൻ്റെ കോണ്ടെക്സ്റ്റ് വിശദീകരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് എഴുതുന്നത്. സോ ഒരു കവിതയാവുകയാണത് സയൻസ്. അപ്പോൾ അങ്ങനെ അത് അങ്ങനെയൊക്കെയുള്ള ചില അത്ഭുതങ്ങൾ. ഇപ്പോൾ നേരത്തെ പാടിയ അകലെ ഒരു കാടിൻ്റെ എന്നുള്ള പാട്ടിൽ ചില ഇപ്പോൾ പൊൻവേണുവിൽ കാറ്റ് മൂളും പൂന്തന്നിൽ പ്രണയമുണ്ടോ, ചെന്നിരിക്കുമ്പോൾ ഒരിറ്റു സ്നേഹം തന്ന് താലോലമാട്ടുന്ന ചില്ലയുണ്ടോ, കാടിനോട് ചോദിക്കുവാണ് വേരറ്റു പോകാതെ പ്രാണനെ കാക്കുന്ന സ്വച്ഛമാം വായുപ്രവാഹമുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തുനിന്ന് പോവാൻ ചോദിക്കാം കാടിനോട്, ഞാൻ വന്നോട്ടെ, അവിടെ ഇതെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പം അങ്ങനെ വരി കേൾക്കുമ്പോൾ നമുക്കൊരു കോരിത്തരിപ്പ്. പിന്നീട് എപ്പോൾ പാടിയാലും നമുക്കത് ചിലപ്പോൾ മുഴുമിപ്പിക്കാൻ പറ്റില്ല ആ ഇത് കാരണം, ഒരു എന്തായാലും ഗൂസ് ബംസ് കാരണം നമുക്ക് ചിലപ്പോൾ അത് അത്ര ബ്രേക്കായി പോകും ചില വരികൾ. നമ്മുടെ പോലും അല്ല, മറ്റു പല വരികൾ. ഇപ്പോൾ സുപ്രഭാതം, നീലഗിരിയുടെ സഖികളെ, ഇപ്പോൾ പണിതിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് തുടങ്ങും പരിപാടി തുടങ്ങും. അപ്പം അത്തരം വരികൾ നമ്മളെ ഇത് ചെയ്യും. നമുക്ക് പണിതീരാത്ത വീടില്ല, പക്ഷെ പണിതീരാത്ത ഒരു വീടിൻ്റെ ഉടമയായി നമ്മൾ മാറും അത് കേൾക്കുമ്പോൾ. ഇങ്ങനെ ലിറിക്സിന്റെ സാറിന് മറ്റേ ആ ഒരു പാട്ടുണ്ടല്ലോ, അത് തിരികെ ഞാൻ വരുമെന്ന്, അതിനകത്തെ ഏതോ ഒന്ന് 2 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 2 വരികൾ സാറ് പെട്ടെന്ന് എഴുതിയതല്ലേ? അല്ല, അത് അതിന്റെ കോറസ് പോർഷൻ. കോറസ്, അതെ. അത് പനച്ചൂരാൻ ഈ പാട്ട് എഴുതി തന്നിട്ട് പോയി. അപ്പോൾ അതിനുശേഷം ലാൽ ജോസ് അദ്ദേഹവുമായിട്ട് ഈ പാട്ട് എങ്ങനെ വേണമെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരു ഹുക്ക് ലൈൻ വേണം, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പാടാവുന്ന ഒരു ഹുക്ക് ലൈൻ വേണം. അപ്പം നീ ഒരു ട്യൂൺ ഇട്ടിട്ട് പനച്ചൂരാനെ കൊണ്ട് എഴുതിച്ചാൽ മതി എന്ന് പറയും. ഞാൻ ട്യൂൺ ഇട്ടപ്പോൾ ഞാൻ വെറുതെ ഒരു ഡമ്മി പോലെ തത്തിന്തകത്തെയ്തോ ചങ്കിൽ കേൾക്കണ് മണ്ണിന്റെ താളമാണ് എൻ്റെ ചങ്കിൽ കേൾക്കുന്നതെന്ന് വെറുതെ ഒരു ഡമ്മി എഴുതുമ്പോഴും നമുക്കൊന്ന് ഇഷ്ടപ്പെടണമല്ലോ എന്ന് എഴുതിയതാ. ലാലോടും പറഞ്ഞാൽ ഇത് തന്നെ മതി, പനച്ചൂരാനെ കൊണ്ട് എഴുതിക്കണ്ട, പനച്ചൂരാനെ പറഞ്ഞാൽ മതി, നീ അത് നമുക്ക് സെറ്റായി എന്ന് പറഞ്ഞിട്ട് പനച്ചൂരാനെ കേൾപ്പിച്ചു. അപ്പോൾ ഇത് മതിയടാ, ഇത് അടിപൊളിയാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ ഒരു പാട്ട് 2 വരി പാടാൻ.
തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. താങ്ക് യു സോ മച്ച് സാർ. ഇപ്പം ഫസ്റ്റ് സോങ്ങും കൂടെ അല്ലേ സാറിൻ്റെ? ഫസ്റ്റാണ്. അതെ, അതിനു മുന്നേ ക്ലാസ്മേറ്റ്സിൻ്റെ ട്രെയിലർ ആയിരുന്നല്ലോ സാറ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സാറ് പറഞ്ഞിട്ടുണ്ട്, അതായത് ലാൽ ജോസ് സാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പുതിയ ഒരുപാട് ആൾക്കാർക്ക് നല്ല എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു ഡയറക്ടർ തന്നെയാണ്. അതായത് ഇന്ന ആള് വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. അതായത് അദ്ദേഹത്തിനൊരു നേരത്തെ പറഞ്ഞ ഒരു സെലക്ഷൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു നമ്മൾ രണ്ടുപേരും നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഹൗ മച്ച് ഇസ് ഹി കേപ്പബിൾ എന്ന്. അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. 100% ഓപ്റ്റിമിസ്റ്റിക് ആണ് അദ്ദേഹം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാം. ഫ്രീഡം നൽകും, റെസ്പെക്ട് ചെയ്യും, നമ്മൾ ചെയ്യുന്ന പണിയെ റെസ്പെക്ട് ചെയ്യും. അതാണ് അവരെ പോലുള്ള ഒരു ഗുണം. ഇപ്പം സാറിന് ഇപ്പം ഒരുപാട് ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പാട്ടുകാരുമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും അടുത്ത സാറ് ആഗ്രഹിക്കുന്ന ഒരു കൊളാബറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആരുമായിട്ട് വർക്ക് ചെയ്യണം എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവരെ ചാടി ഇറങ്ങി വരാൻ സാധ്യതയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും അത് അനിവാര്യമായി വരുന്ന സമയത്ത് അങ്ങനെ പോകാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കൊളാബി ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ചെയ്യണം വരണമെന്നില്ല. പലപ്പോഴും നമ്മൾ പിന്നെ ആളെ കൊണ്ട് കൊളാബി ചെയ്യാൻ അയാൾക്കും കൂടി വില്ലിങ് ആവണമല്ലോ. അതൊരു കാര്യം. രണ്ടാൾക്ക് സമയം വേണം. നമുക്ക് അതിൽ അയാളെ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റണം. ഒരുപാട് കാര്യം. അതുകൊണ്ട് അങ്ങനെ ആലോചിക്കാറില്ല. ഒരു പ്രോജക്റ്റ് ആലോചിക്കുമ്പോൾ ഇപ്പം ഞാൻ കാളിദാസന്റെ ഋതുസംഹാരം എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ഉണ്ട്. സാൻസ്ക്രിറ്റ് ഒരു സീസൺസിനെ കുറിച്ചാണ്. 6 സീസൺസ് കുറിച്ചുള്ള കവിതയുടെ ഒരു മലയാള സ്വതന്ത്ര ഗാന പരിപാടി. അതാണ് ഇപ്പോൾ കുറച്ച് സമയമെടുത്ത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഒരു ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിപ്പോൾ ആര് പാടുന്നു താല്പര്യം. ഇപ്പം അങ്ങനെ പ്രശസ്തരായിട്ടുള്ള സിംഗേഴ്സിനെ കൊണ്ട് പാടിക്കണമെന്നുണ്ട്. അവരോട് സംസാരിക്കും, പറ്റുകയാണെങ്കിൽ പാടുക അത്രേ ഉള്ളൂ. മ്യൂസിക്കിൽ തന്നെ സാറ് പല മിക്സിംഗ് ആണെങ്കിലും ഇപ്പോൾ കമ്പോസിങ് പാട്ട് പാടുന്നതിലാണെങ്കിലും ഇതിനെല്ലാം പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ഏതിലെങ്കിലും ട്രൈ ചെയ്യണമെന്നോ അല്ലെങ്കിൽ സാറിൻ്റെതായിട്ടുള്ളൊരു സിനിമ നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യാം? അല്ല, എനിക്ക് ഫിക്ഷൻസ് ഒക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ആലോചനയൊക്കെ ഉണ്ട്. അപ്പം ചെറിയ പരിപാടികളൊക്കെ അങ്ങനെ. ഇപ്പം നമ്മൾ ഇപ്പം കുറച്ച് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. എഡിറ്റും ഞാൻ തന്നെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ കുറേ നാളുകളായിട്ട് ചെയ്യാറുണ്ട്. ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പാട്ടുകൾ എഡിറ്റ്. ഇപ്പോൾ കൺസേർട്സ് മുകളിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് നമ്മൾ തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഫിക്ഷൻ, എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു ഇത് ഷോർട്ട് മൂവിയോ അല്ലെങ്കിൽ ഫീച്ചർ ഫിലിമോ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാതെ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്താൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കട്ടെ. സാർ ഇപ്പം നമ്മൾ പാട്ടിനെ പറ്റി ഇത്രയും സംസാരിച്ചു. അപ്പം സാർ ഇങ്ങനെ വെറുതെ ഇപ്പം കാമായിട്ടൊക്കെ ഒന്നും ഇല്ലാതൊക്കെ ലൈക്ക് ഒന്നും കമ്പോസ് ഒന്നും ചെയ്യാതൊക്കെ ഇരിക്കുന്ന സമയം നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ പാട്ടൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പാടുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്ന സാറിൻ്റെ തന്നെ പാട്ട് ഏതായിരിക്കും? പെട്ടെന്ന് നമുക്ക് വായിൽ വരുന്നൊരു പാട്ട് ഏതായിരിക്കും? എൻ്റെ പാട്ട് അല്ലെങ്കിൽ സാറിൻ്റെ തന്നെ ആവണമെന്നില്ല, വേറെ നിർബന്ധമില്ല. ഇപ്പോൾ നമുക്ക് ഈ പാട്ട് നമ്മൾ പാടുമ്പോൾ ഉണ്ടാകുന്ന വെച്ചാൽ ഒരേ സമയത്ത് നല്ല പാട്ടായിരിക്കണം, നല്ല വരികളായിരിക്കണം, നല്ല ഈ ഈണത്തിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. നമ്മൾ ആരും കേൾക്കുന്നില്ല, നമുക്ക് തോന്നിയ പോലെ പാടാമല്ലോ. അപ്പം അങ്ങനെയുള്ള ചിലപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഒരു യങ് ഏജിൽ കേട്ട പാട്ടുകളൊക്കെ ഇപ്പോൾ ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കും, ഇത് അങ്ങനെയൊക്കെ പാടാം. അല്ലെങ്കിൽ പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ, അത്
അങ്ങനെ, അല്ലെങ്കിൽ സുറുമ എഴുതിയ, അല്ലെങ്കിൽ പിന്നീട് നമ്മളുടെ പാട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുഴയരികിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സോളോസ്. അപ്പം സാർ ഇപ്പം ഇത്രയും നേരം നമ്മൾ പാട്ടുകളെ പറ്റി സംസാരിച്ചു. ഇനിയും സാറിന് പാട്ടുകളല്ലാതെ സാറിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? വേറെ എന്താണ് സാറിൻ്റെ? എനിക്ക് പൊതുവെ ആർട്ട്, എനി കൈൻഡ് ഓഫ് ആർട്ട് ആസ്വദിക്കാൻ ഇഷ്ടമാണ്. പെയിന്റിങ്, സ്കൾപ്ചർ, അതൊന്നും നമ്മൾ ചെയ്യണമെന്നില്ല. അത് വായിക്കാൻ ഇഷ്ടമാണ്. സമയത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. വായിക്കാൻ ഇഷ്ടമാണ്. കവിതയായാലും കൂടുതൽ ചെറിയ കവിതകളാണ് ഇപ്പോൾ കൂടുതൽ, കാരണം പെട്ടെന്ന് തീരുമല്ലോ വായിച്ച്. ഫിക്ഷനൊക്കെ ആകുമ്പോൾ കുറെ സമയം നമുക്ക് അത്രയുള്ള സമയം കൺസിസ്റ്റന്റ്ലി കിട്ടാത്തതുകൊണ്ട്. പിന്നെ പൊതുവെ ഇപ്പൊ ന്യൂസ് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ മൂഡ് പോയി അത് കേൾക്കില്ല. ദുരന്ത ഘോഷയാത്രയാണല്ലോ, മടുക്കും. അങ്ങനെ എല്ലാത്തിനും നമുക്കൊരു ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു റിക്വസ്റ്റ് ആണ്, പുലരാൻ നേരം എന്നുള്ളൊരു പാട്ട് ഒന്ന് പാടാൻ ബുദ്ധിമുട്ടായിരിക്കുമോ? അല്ലെങ്കിൽ സാറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് ഒന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒരു പാട്ട്. നാളെയെന്തോ പുതു കാഴ്ചയെന്തോ കൂടെയാരോ ഇനി പോണതെങ്ങോ വാക്കും കുറിച്ചിളവേൽക്കും നേരം തലവലതാകുന്നേ തടിനീലലഞ്ഞതളിരില കലക്ക് പോണേ പോക്ക് രാവ് വഴിയോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടിയറികാരോ വന്നില്ലേ മിഴി രണ്ടും തിളങ്ങിയിലേ പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായി എത്തും കിളി ചൊല്ലി അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ പുലരൂ നിന്റെ വഴി അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ വഴി രാവു പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടിയറികാരോ വന്നില്ലേ മിഴി രണ്ടും തിളങ്ങിയില്ലേ. താങ്ക് യു സോ മച്ച് സാർ, ഒരുപാട് നന്ദി. അപ്പം ഇത്രയും നേരം പാട്ടിൻ്റെ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയതിൽ ഒരുപാട് നന്ദി. എനിക്ക് മ്യൂസിക് അറിയാത്തൊരു വ്യക്തിയാണ് പാടാൻ. അതുകൊണ്ട് മ്യൂസിക്കിനെ ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ്. കാരണം എല്ലാവർക്കും പാടാൻ പറ്റത്തില്ല, എല്ലാവർക്കും കമ്പോസ് ചെയ്യാൻ ഭയങ്കര ഒരു യുണീക്കായിട്ട് കിട്ടുന്നൊരു ടാലൻ്റാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു മ്യൂസിഷ്യനാണ് വിജയ്പാൽ സാർ. എനിക്കിന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാനിന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കൊരു ലിറിക്സിസ്റ്റിനെ കിട്ടി. ഒരുപാട് കാറ്റഗറീസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന് ഒരു പേഴ്സണൽ നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. Yes! Oxygen year-end sale. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.